ബാറ് സമയം നീട്ടിക്കൊടുത്തു പറഞ്ഞു. അയ്യോ എന്തോ ഒരു സുവർണ അവസരം വന്നു, ചാടിപ്പടച്ച് വരികയാണ്, ഓടിപ്പാഞ്ഞു വരികയാണ്. കേരളത്തിലൊരു കാര്യം മനസ്സിലാക്കേണ്ടതേ, 236 ബാറേ കേരളത്തിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പറഞ്ഞത്. അന്നുണ്ടായിരുന്ന ഈ ഹോട്ടലുകളുടെ എണ്ണം അറിയോ എത്രയാന്ന്? 425. 10 വർഷം കൊണ്ട് കേരളത്തിൽ കൂടിയ ഹോട്ടലുകളുടെ എണ്ണം എത്രയാണെന്നറിയോ? 1200. എന്ന് പറഞ്ഞാൽ എത്രയാ? 800 പുതിയ ഹോട്ടലുകൾ വന്നു കേരളത്തിൽ. ടൂറിസത്തിൻ്റെ അളവ് എത്രയാണെന്നറിയോ? 2,58,00,000 ആൾക്കാരാണ് ഒരു വർഷം ടൂറിസത്തിൽ കേരളത്തിൽ വരുന്നത്. 2016 എത്രയാണെന്നറിയോ? 45 ലക്ഷം. എത്ര വ്യത്യാസം അറിയോ? 2 കോടിയുടെ വ്യത്യാസമാണ്. ടൂറിസത്തിൽ നിന്ന് കേരളത്തിലെ വരുമാനം എത്രയാണെന്നറിയോ? ഇപ്പോൾ 45,000 തുടങ്ങി 55,000 കോടി വരെയാണ് ഒരു വർഷത്തെ ടൂറിസത്തിൻ്റെ വരുമാനം. എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ടോട്ടൽ ബഡ്ജറ്റിൻ്റെ 1/3% കേരളത്തിലെ ടൂറിസത്തിൻ്റെ വരുമാനം. ഇതുപോലും മനസ്സിലാക്കാനുള്ള ബോധ്യമില്ല കേട്ടോ. 3 മണിക്കൂർ സമയം കൂട്ടി കൊടുത്തു എന്നാണ് പറയുന്നത്. ഒരു സ്ഥലത്ത് കേരളം മുഴുവൻ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധ്യം പോലും പ്രതിപക്ഷത്തിന് ഇല്ലാതെ പോയി. കേരളത്തിൽ ഞാൻ പറയാം, അപ്പോൾ ഉദാഹരണം പറയാം, ഇവിടുന്ന് എറണാകുളം ജില്ലയിൽ, എറണാകുളത്തെ സിറ്റി നിങ്ങൾ ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിക്കുമോ? ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിക്കൂലല്ലോ. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയാൽ നിങ്ങൾ തൊട്ടടുത്ത ടൂറിസം കേന്ദ്രമായി പ്രത്യേകം ഏതെങ്കിലും കടൽ തീരോ ചെറായിയോ ഒക്കെ ചിലപ്പോൾ ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിക്കുമായിരിക്കും. കേരളത്തിലെ പിന്നെ പുറത്തുനിന്ന് വരുന്നതും ദുബായിൽ നിന്നും ഗൾഫിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ വരുന്ന വിദേശികളെല്ലാവരും ഈ പറഞ്ഞ ചെറായിലോ ടൂറിസം കേന്ദ്രത്തിൽ മാത്രമാണ് പോയി താമസിക്കുന്നത്. കൊച്ചിയിലെ 5 സ്റ്റാർ ഹോട്ടലുകളാണ് താമസിക്കുന്നത്, അല്ലേ? തിരുവനന്തപുരത്തെ 5 സ്റ്റാർ ഹോട്ടലുകളാണ് താമസിക്കുന്നത്. അവിടെ നിങ്ങൾ 11 മണിക്ക് ബാർ അടയ്ക്കുകയാണ്. ഈ ചെറായിൽ ആൾക്കാർ പകുതി വരുന്നത് ഏത് സ്പെൻഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവർ താമസിക്കുന്ന സ്ഥലത്തൊന്നും എന്തില്ല? ബാർ സംവിധാനമില്ല. ബാർ സംവിധാനം പോയി. അതാണ് ഞാൻ പറയുന്നത്. 1200 ഹോട്ടലിൽ അറ്റ്ലീസ്റ്റ് ഒരു ഹോട്ടലിൽ മിനിമം 50 തുടങ്ങി 70 വരെയാണ് സ്റ്റാഫിൻ്റെ സ്ട്രെങ്ത്ത്. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ 200 തുടങ്ങി 250 വരെയാണ് ഒരു സ്റ്റാഫിൻ്റെ സ്ട്രെങ്ത്ത്. 16,000 17,000 തൊഴിലാളികൾ പണിയെടുക്കുന്ന സംവിധാനമാണ് ഈ ഹോട്ടൽ എന്ന് പറയുന്നത്. അവിടെ വരുമാനം ഉണ്ടാക്കാൻ പാടില്ല കേട്ടോ. ഈ പറയുന്ന കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ രാത്രി 12 മണി വരെ ബാർ തുടങ്ങാം, രാവിലെ 9 മണിക്ക് തുറക്കാം, രാത്രി 12 മണി വരെ നടക്കാം.